സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല, അവളുടെ ശബ്ദം തനിക്ക് കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ചന്ദ്രമതി വേഗം തന്നെ ദേവികയുടെ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. ആ കാഴ്ച കണ്ട് ചന്ദ്രമതിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. വീഡിയോ കോളിൽ നന്ദൻ പ്രഭയെ ഇത് നോക്കെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ പ്രഭയും ആകെ ഷോക്കാവുകയാണ്. മോനെ, നീ ഇതെവിടെയാ? അമ്മ പേടിക്കാതെ ഇരിക്കെ, എനിക്ക് ഒരു കുഴപ്പമില്ല, ദാ ദേവി എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവിയെ കാണിക്കുന്നു. എന്നാലും മോനെ, നീ ഇതെവിടെയാ? എനിക്ക് എന്റെ മോനെ ഇപ്പൊ തന്നെ കാണണം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് യാതൊരു കുഴപ്പമില്ലമ്മേ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അമ്മ ഇപ്പോ ഇനി ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എല്ലാം കൊണ്ടും ഞാൻ ഓക്കെയാണ്. അമ്മ വിചാരിക്കുന്നത് പോലെ നല്ല കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അമ്മ സമാധാനത്തോടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയെ സമാധാനിപ്പിക്കുകയാണ്. അമ്മയുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് ഞാൻ എത്തുമെന്നൊക്കെ പറഞ്ഞ് നന്ദൻ ഫോൺ വയ്ക്കുന്നുണ്ട്. ഈ സമയം പ്രഭയാണെങ്കിൽ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ചന്ദ്രമതി എനിക്ക് സന്തോഷമായി. അങ്ങനെ സിദ്ധു പറയുകയാണ്, ഇതൊക്കെ തന്നെ ഹരിയേട്ടനും ഞാനും ദേവികയും എല്ലാവരും കൂടി നടത്തിയ ഒരു പ്ലാനിങ് ആയിരുന്നുവെന്ന്. അങ്ങനെ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്നാലും ഒരു വാക്ക് സിദ്ധുവിന് എന്നോട് പറഞ്ഞൂടെ? എല്ലാം അറിഞ്ഞിട്ടായിരുന്നു അല്ലേ? പിന്നെ പ്രഭ എന്ത് വിചാരിച്ചു? എൻ്റെ മോനാണ് നന്ദൻ, അവനെ കാണാതെയാവുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഒഴുക്കമട്ടിൽ പോകുമെന്ന് കരുതിയോ? എനിക്കും അവനോട് സ്നേഹമുണ്ടോ തന്നെ പോലെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ മാറിപ്പോവുകയാണ്. ഈ സമയം ചന്ദ്രമതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭയാണെങ്കിൽ അവളുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. എനിക്കിനിപ്പോൾ സമാധാനമായി എന്നൊക്കെ പറയുന്നു. ചന്ദ്രമതിയാണെങ്കിൽ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മുരളിയാണെങ്കിൽ ഫോണിൽ ആരെയോ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദേവിക ഇവിടെ ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും ചോദിച്ചിട്ട് അങ്ങോട്ട് പറയുന്നില്ല എന്നൊക്കെ. അപ്പോഴേക്കും ദേവിയാണെങ്കിൽ അവിടേക്ക് വരികയാണ്. മുരളിയേട്ട ഒന്ന് അകത്തേക്ക് വരുമോ? എനിക്ക് വയ്യ ദേവി, ഞാൻ ഇവിടെ നിന്നോളാം, നിന്റെ കഴിഞ്ഞ വേഗം വരാൻ നോക്കാം. അല്ല മുരളിയേട്ടൻ വരണം, ഒരാൾക്ക് മുരളിയേട്ടനെ കാണത്രേ. എനിക്കാരെയും കാണണ്ട. അങ്ങനെ പറഞ്ഞ് ശരിയാവില്ലെന്നേ, ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ച് കൊണ്ടുപോവുകയാണ്. അങ്ങനെ എസ്തപ്പൻ ചേട്ടൻ അവിടെ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ, ആ വായോ, പറഞ്ഞു തരാം. അങ്ങനെ എസ്തപ്പാനെയും എടുത്തിയൊക്കെ കാണുന്ന സമയത്ത്, അല്ല നന്ദനെ കണ്ടെത്തുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, എന്നിട്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? നന്ദനെ കണ്ടുപിടിച്ചോ? ആ കണ്ടുപിടിച്ചല്ലോ, എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദനാണെങ്കിൽ പുറകിൽ വന്ന് നിൽക്കുകയാണ്. നന്ദ, നീ എന്താ ഇവിടെ? ആ, ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ നന്ദനാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നെ തട്ടിക്കൊണ്ടുപോയത് മറ്റാരുമല്ല മുരളി, ഈ നിൽക്കുന്ന ദേവികയും എൻ്റെ അച്ഛനും ഹരിയങ്കൾ എല്ലാവരും കൂടിയിട്ടാണ്. ഇതൊക്കെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു മുരളിയേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേവി പറഞ്ഞു തുടങ്ങുന്നു. ഋഷിയുടെ മരണത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം വന്നു. ഹരിയങ്കളിനാണ് ആദ്യം സംശയം വന്നത്. അതിനിടയിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് ഹരിയങ്കൾ കണക്ക് കൂട്ടിയെടുത്തു. അതുകൊണ്ടാണ് ഫേക്കായിട്ട് നന്ദുവിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത പ്രചരിപ്പിച്ചത്. അതോടുകൂടിയിട്ട് ശത്രുക്കൾ ഇളകി തുടങ്ങി. മാത്രമല്ല നന്ദുവിനെ അവിടെ നിന്നും ഞങ്ങൾ രാത്രിക്ക് രാത്രി മാറ്റുകയായിരുന്നു. പിന്നീട് നന്ദുവിനെ അന്വേഷിച്ച് ആളുകൾ ചന്ദ്രവത്തി വീട്ടിൽ കയറി ഇറങ്ങുകയായിരുന്നു. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനിടയിൽ മുരളിയേട്ടനോട് സത്യങ്ങൾ പറിച്ചു വെച്ചു. ക്ഷമിക്കണം, മുരളിയേട്ടൻ അറിഞ്ഞതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, എന്നാലും മറച്ചു വെച്ച് പോയതാണ്. ഇനിയിപ്പോൾ അറിയിക്കേണ്ട സമയമായി എന്നൊക്കെ പറയുമ്പോൾ മുരളിയാണെങ്കിൽ സങ്കടത്തോട് കൂടിയിട്ട് ചിരിക്കുകയാണ്. മുരളിയേട്ടാ, ഒന്നും വിചാരിക്കണ്ട. എടാ മുരളി, നീ ഒന്നും വിചാരിക്കണ്ട, നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. നിന്നോടിത് മറച്ചു വെക്കരുതായിരുന്നു, പക്ഷെ എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് ഞാനും അതിനൊക്കെ സമ്മതിച്ചടാ. സാരില്ലടാ, നീ സേഫ് ആയിട്ടുണ്ടല്ലോ, എനിക്കത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് മുരളിയാണെങ്കിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്തായാലും എസ്തപ്പൻ ചേട്ടനോട് ഇതെല്ലാം മുൻകൂട്ടി ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് ഇവിടേക്ക് ഞാനും നീയും വരുന്ന സമയത്ത് നന്ദൻ ഇവിടെ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു മുരളിയേട്ടാ. അന്ന് എസ്തപ്പൻ ചേട്ടനും ചേട്ടത്തിയും എല്ലാവരും മുരളിയേട്ടന് മുന്നിൽ വെച്ച് അഭിനയിക്കാൻ കുറച്ച് പാടുപെട്ടു എന്നൊക്കെ പറഞ്ഞ് ദേവികയാണെങ്കിൽ ചിരിക്കുന്നു. അങ്ങനെ നന്ദൻ വീണ്ടും പറയുന്നുണ്ട്, എടാ ദേഷ്യമൊന്നും മനസ്സിൽ വേണ്ട കേട്ടോ. അതെ, മുരളിയേട്ടന് നന്ദുവിനെ കാണാതെ ഭയങ്കര വിഷമായിരുന്നു. മാത്രമല്ല ഇന്നലെ രാത്രി എൻ്റെ കയ്യിൽ താക്കോൽ തന്ന് തിരിച്ചു പോവാൻ നിന്നു, ജോലി വേണ്ടെന്ന് പറഞ്ഞു. നന്ദുവിനെ തിരയുന്നതിൽ എനിക്ക് യാതൊരു ആത്മാർത്ഥതയും ഇല്ലത്രേ, അതാണ് കാരണം പോലും. പക്ഷെ ഞാൻ വിട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും മുരളിയെ കളിയാക്കി ചിരിക്കുകയാണ്. എന്തായാലും നീ ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കും. എസ്തപ്പാനോട് പറയുന്നുണ്ട് മുരളി ഇവരെ നന്നായി നോക്കണമെന്നൊക്കെ, ഒട്ടും പേടിക്കാൻ. അങ്ങനെ ഈ സമയത്താണെങ്കിൽ ഭാർഗവിയാണെങ്കിൽ MLA വരുന്നത് വരെ ഞാനിവിടെ സമരം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ശാരിക ഫോണുമായിട്ട് വരുന്നത്. അങ്ങനെ ദേവിയാണെന്ന് പറഞ്ഞ് ഭാർഗവിക്ക് കൊടുക്കുന്നുണ്ട്. മുരളിയാണെങ്കിൽ സംസാരിക്കുന്നു, നന്ദന ഇവിടെ ഉണ്ടെന്നും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സന്തോഷ വാർത്ത അറിയുന്ന ഭാർഗവിയാണെങ്കിൽ ഒന്ന് കൂളാവുകയാണ്. അങ്ങനെ ശാരിക മാധവനോടും രാധികയോടൊക്കെ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പഴയൊരു ഗുണ്ടയിലെ എസ്തപ്പൻ ചേട്ടൻ, അവരുടെ വീട്ടിലാണ് നന്ദേട്ടനുള്ളത്. ഇത് ചേച്ചിയും സിദ്ധാർത്ഥനങ്ങളും പിന്നെ ഈ ഹരിയങ്കൾ എല്ലാവരും കൂടി നടത്തിയ പ്ലാനിങ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ അവൾക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നില്ലേ? എസ്തപ്പൻ ചേട്ടൻ്റെ വീട്ടിലാണോ? എങ്കിൽ പിന്നെ പേടിക്കേ വേണ്ട, സേഫ് ആണെന്നൊക്കെ ഭാർഗവി പറയുകയാണ്.
എന്തായാലും എല്ലാവർക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ഈ സമയം ശാരിക ചോദിക്കുകയാണ്, ആൻറ്റിക്ക് ഇപ്പം എന്നെ തരണം എന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് പോടി കൊച്ചേ എന്നൊക്കെ പറഞ്ഞ് ഭാർഗവിയാണെങ്കിൽ കൂളാവുകയാണ്. മാത്രമല്ല പ്രഭകുഞ്ഞിന് ഒത്തിരി സന്തോഷമായി കാണുമെന്നൊക്കെ പറഞ്ഞ് അവർക്കാണെങ്കിൽ മനസ്സമാധാനം ആവുന്നുണ്ട്. അങ്ങനെ മാധവൻ പറയുകയാണ്, അല്ലെങ്കിലും ദേവിക മോൾ ഇങ്ങനെ കൂളായി നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു അവൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാമെന്ന്. അച്ഛാ ഇങ്ങനെ തള്ളി വിടല്ലേ, എന്നിട്ടാണോ ചേച്ചിയെ ദിവസം ദിവസം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിച്ച് ശാരികയാണെങ്കിൽ മാധവനെ കളിയാക്കുകയാണ്. പിന്നീട് മുരളിയാണെങ്കിൽ നമ്മുടെ ശാരികയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ഗിരീഷിനെയും അറിയിക്കുന്നുണ്ട്. എങ്കിലിപ്പോൾ ചന്ദ്രവത്തി വീട്ടിൽ നല്ല അഭിനേതാക്കളായല്ലോ. കാരണം എത്ര നന്നായിട്ടാണ് എല്ലാവരും അഭിനയിച്ചത്. സിദ്ധാർത്ഥൻ സാറും അതുപോലെ ദേവികയും ഹരിയേട്ടനൊക്കെ. എന്തായാലും കൊള്ളാം, കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിയല്ലേ. അതെ, ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ വന്ന് അവസാനിക്കുമെന്ന്. എന്നാലും നന്ദേട്ടൻ കാരണം കൊണ്ട് ആണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നന്ദേട്ടൻ ഇതൊന്നും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലായിരുന്നു. ചേച്ചിയെ പോലെ നല്ലൊരു ഭാര്യയെ കിട്ടിയ നന്ദേട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ അവർ തമ്മിൽ ഒന്നിക്കുകയായിരിക്കും അല്ലേ. അത് മുരളിയേട്ടൻ പറയണ്ട, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. കാരണം എൻ്റെ ചേച്ചി ഇപ്പോൾ കുറച്ച് ക്യാരക്ടറുള്ള കൂട്ടത്തിലാണ്. ചേച്ചി ഇപ്പോൾ നിൽക്കുന്നത് ഒരു MLA കർത്തവ്യവും അതുപോലെ ചന്ദ്രവത്തി വീട്ടിലൊരു കഷ്ടം വന്നാൽ കൂടെ നിൽക്കണം എന്നുള്ള ഒരു ബോധം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇതിൽ മറ്റൊന്നുമില്ല. മുരളിയേട്ടൻ ഗിരീഷേട്ടൻ ഇനി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്തായാലും അവരൊന്നിച്ചുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അങ്ങനെ അവരാണെങ്കിൽ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പിരിയുകയാണ്. രഹസ്യങ്ങൾ പുറത്താക്കരുതെന്നും ശാരികയും ഗിരീഷും തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ദേവിക വീണ്ടും പറയുകയാണ്, എസ്തപ്പൻ ചേട്ടാ നന്ദുവിനെ ശ്രദ്ധിക്കണമെന്നൊക്കെ. അതിനിപ്പോൾ പറയാനുണ്ടോ? ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളിലും നന്ദൻ സാർ ഓക്കെ ആണെന്ന് മാത്രമേ എനിക്ക് അറിയേണ്ടുള്ളൂ. പിന്നെ MLA കൊച്ചിൻ്റെയും സിദ്ധാർത്ഥ സാറിൻ്റെയും മകനല്ലേ, പിന്നെ എന്തെങ്കിലും കുറവ് വരുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഇവിടുത്തെ ഭക്ഷണവും ഈ വീടും എനിക്ക് സ്വന്തം വീടിനെപ്പോൾ തന്നെയാണ്. അങ്ങനെ ദേവികയും പറയുകയാണ്, മുസ്തഫൻ ചേട്ടൻ എന്നെയും കുറേ കാലം തട്ടിക്കൊണ്ട് വന്ന് ഇവിടെ താമസിപ്പിച്ചതല്ലേ, അപ്പം പിന്നെ എനിക്കറിയാം ഇവിടുത്തെ ഫുഡിൻ്റെ രുചിയൊക്കെ. അങ്ങനെ പോവാൻ നേരം നന്ദനെ വീണ്ടും ശ്രദ്ധിക്കണേ എന്നൊക്കെ പറയുമ്പോൾ, എന്നെ കവിഞ്ഞിട്ടേ ഇവിടെ ആരെങ്കിലും വരുള്ളൂ. ഞാനെന്ന വലിയ കൊണ്ടേയുള്ളപ്പോൾ എന്നെ ചവിട്ടി വീഴ്ത്തി എന്നെ കൊന്നിട്ടേ നന്ദനെ തൊടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ്തപ്പാനാണെങ്കിൽ ധൈര്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്ദു ആണെങ്കിൽ ദേവിയോട് ചോദിക്കുന്നുണ്ട്, ദേവി കുറച്ചുകൂടി നേരം ഇരുന്നിട്ട് പോയാൽ പോരെ? ഇല്ല നന്ദു, എനിക്ക് പോകണം. ഇനി വരുന്ന സമയത്ത് ഞാൻ ഇരുന്നോളാം എന്നൊക്കെ. അങ്ങനെ അവിടെ നിന്നും ദേവികയും നന്ദനും യാത്ര പറഞ്ഞ് പോവുകയാണ്. ഈ സമയം നന്ദനാണെങ്കിൽ വളരെ വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ വീണ്ടും എസ്തപ്പാനോട് ഒന്നുകൂടി ദേവികയാണെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ടാറ്റയൊക്കെ കാണിച്ച് ദേവിക പോകുന്ന സമയത്ത് നന്ദനാണെങ്കിൽ വളരെ വിഷമത്തോടു കൂടി തന്നെ അവരെ രണ്ടാളെയും നോക്കി നിൽക്കുന്നു. പിന്നീട് MLA വണ്ടി കിടക്കുന്നത് ആ ഒരു എസ്തപ്പാൻ്റെ വീട്ടിൽ നിന്നും പോകുന്നത് കണ്ടിട്ട് ഒരു ആക്രി പെറുക്കുന്ന ആളാണെങ്കിൽ അതൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനിപ്പോൾ ഇസബല്ലയുടെ ആളാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശത്രുക്കളാണോ എന്നറിയില്ല. എന്തായാലും അയാളാണെങ്കിൽ എന്തോ ഒരു കാര്യം കണ്ടെത്തിയതുപോലെയാണ് നോക്കി നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്.